രാജീവ് ചന്ദ്രശേഖർ എങ്ങനെയാണ് പത്രിക സമർപ്പിച്ച് അംഗീകാരം നേടിയെന്നുള്ള പറയണ്ടേ? അതെന്തുകൊണ്ട് ചർച്ച ചെയ്യാൻ പറ്റാത്ത? കേരളത്തിൽ എന്തുകൊണ്ട് ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല? നോട്ട് നിരോധനം കഴിഞ്ഞ് 50 ദിവസം കഴിഞ്ഞ് എന്നെ കത്തിച്ചോളാൻ പറഞ്ഞില്ലേ? ഒറ്റ ഒരുത്തം കത്തിച്ചില്ലല്ലോ. അവനെ 10 തവണ കത്തിക്കേണ്ടതല്ലേ? അത് ചെയ്യാൻ കഴിയാതെ നമുക്ക് പോയത് എന്തുകൊണ്ടാ? നമുക്ക് ജനാധിപത്യ മര്യാദ ഉണ്ട്. ജനാധിപത്യ മര്യാദ ഇല്ലാത്ത ആൾക്കാരുടെ അടുത്ത് ജനാധിപത്യം ഇങ്ങനെ വർക്ക് ചെയ്യത്തില്ല. വടക്കേ ഇന്ത്യയിൽ ചെന്നാൽ മോദിയാണോ രാഹുൽ ഗാന്ധിയാണോ ഒരേപോലെ വേഷം കെട്ടുന്നത് നമുക്ക് തിരിച്ചറിയാൻ പോലും കഴിയത്തില്ല. അതുപോലെ ഹിന്ദുക്കളായിട്ടിരുന്ന് കിട്ടുന്നവരല്ലേ അവരെല്ലാരും. വികസന രാഷ്ട്രീയം മുൻനിർത്തി നടത്തി തുടങ്ങിയ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം, BJPയുടെ പ്രധാനമന്ത്രിയുടെ ഈ പ്രചാരണം 1ാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഭയപ്പെട്ടു തുടങ്ങിയോ? അദ്ദേഹം പഴയ ബീബൽസ രൂപം പുറത്തെടുത്തു തുടങ്ങിയോ എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം വംശീയ അധിക്ഷേപം ഈ അടുത്ത് വീണ്ടും പുറത്തെടുക്കുകയുണ്ടായി. മുസ്ലിം വംശത്തിനെതിരെയുള്ള ഇത്തരം പ്രസ്താവനകളിലൂടെ അദ്ദേഹം പഴയ ചെന്നായയുടെ തോലെടുത്ത് അണിയുകയാണോ? ചെന്നായ്ക്ക് തോലൊന്നും ഉണ്ടായിരുന്നെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വളരെ കൃത്യമായിട്ട് വർഗീയ ധ്രുവീകരണം ചെയ്യുന്ന ഓരോ സാധനവും വളരെ സൂക്ഷ്മമായിട്ട് അവർ CAA കൊണ്ടുവരുന്നതിനകത്ത് നിങ്ങൾ കാണാതെ പോകരുത്, NRC കൊണ്ടുവരുന്നതിനകത്ത് കാണാതെ പോകരുത്. അല്ലാതെ മോദിക്കൊരു തെറ്റും പറ്റിയിട്ടില്ല. മോദി അറിയാതെ വികസന രാഷ്ട്രീയം പറയാൻ പോയതൊന്നുമില്ല. അയാളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ മുന്നിൽ അതും കുറച്ച് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് പറയുന്നു എന്നുള്ളതല്ലാതെ അയാൾക്ക് ഒരു തോലും പുതിയതായിട്ട് അണിയേണ്ട ആവശ്യമില്ല. നമ്മളെ പറ്റിക്കേണ്ട ആവശ്യം ഇനി അയാൾക്കില്ല. അയാൾക്കുള്ളത് ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുഴുവനും എല്ലാ ഇൻസ്ട്രുമെന്റ്സും അവർക്ക് അനുകൂലമാക്കി അതിനകത്ത് അവരുടെ പിണിയാളുകൾ എന്ന് പറയുന്നവരെ എല്ലാം വെച്ച് അത് കൃത്യമാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പ്രസ്താവന മറ്റേതെങ്കിലും ഒരാളാണ് ചെയ്തിരുന്നെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ എന്നേ നടപടി എടുത്തേനെ. അത് നമുക്ക് കാണേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് അതിനകത്തു നിന്നൊക്കെ നമ്മൾ പഴയതുപോലെ നീതി പ്രതീക്ഷിക്കുന്നതാണ് നമ്മളെ തെറ്റ്. അത് എന്താണ്, സുപ്രീം കോടതി സഹിതമെന്നാണ് ഞാൻ പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിക്കകത്ത് 1-2 ജഡ്ജിമാരുടെ മുമ്പിൽ വിധി പ്രഖ്യാപിക്കാൻ എത്തിയാൽ അവര് കുറച്ച് നീതിപൂർവം പെരുമാറുന്നത് കണ്ടിട്ട് പഴയ സുപ്രീം കോടതി അവിടെ ഉണ്ട് എന്ന് തെറ്റിദ്ധാരണ നമുക്ക് പാടില്ല. അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള സാധനമാണ്. ഈ കാശ്മീർ ഇഷ്യൂവിനകത്തും കാശ്മീരിന്റെ പദവിയെ പറ്റിയുള്ള സംസ്ഥാനം അല്ലാതാക്കി വെച്ചിരിക്കുന്ന മെക്കാനിസവും, അതേപോലെ തന്നെ രാമജന്മഭൂമി പള്ളി പൊളിച്ചതാണ്, അത് തെറ്റാണെന്ന് പ്രസ്താവിച്ചതിന് ശേഷം രാമജന്മഭൂമി നടത്താനായിട്ട് അനുവാദം കൊടുത്ത സുപ്രീം കോടതിയാണ് അവിടെ ഉള്ളത്. അത് ഫുൾ ബെഞ്ചാണ്, അല്ലാതെ അതിനകത്ത് 1-2 ആൾക്കാരുടെ പ്രശ്നമല്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട്. ആ തരത്തിൽ അവസാനത്തെ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് നിന്നിരുന്ന അതില്ല. പിന്നെ ഒരു മീഡിയ ഇല്ല. നമ്മൾ ഇന്ന് പല അഭിനയമൊക്കെ ചിലപ്പോൾ ഇവർ തോറ്റുപോയാൽ ജീവിച്ചു പോകണ്ടേന്ന് വിചാരിച്ചിട്ട് ചില അഭിപ്രായങ്ങളൊക്കെ അവർ പറഞ്ഞു തുടങ്ങി എന്നുള്ളതല്ലാതെ മറ്റൊന്നും തന്നെ ഒരു മീഡിയയും ഇല്ല. പിന്നെ നമ്മൾ ഈ ചെക്ക് മെഷേഴ്സ് എന്ന് നമ്മൾ പറയുന്ന ED, FBI എന്നൊക്കെ പറയുന്ന സാധനങ്ങള് നമുക്ക് അതെല്ലാം കംപ്ലീറ്റ് അവരുടെ ആയുധമായി കഴിഞ്ഞിരിക്കുന്നില്ലേ? ഗവർണർമാർ മുഴുവൻ പെരുമാറുന്നത് എങ്ങനെയാണ്? എന്തിനാണ് പ്രസിഡന്റിന്റെ ഭാവവും മറ്റുമൊക്കെ നമുക്ക് കാണുന്നില്ലേ? അവര് നിൽക്കുമ്പോ മറ്റൊരു വിദ്വാൻമാരെല്ലാം ഇരിക്കുന്ന സ്ഥലങ്ങളിൽ അവരെ ക്ഷണിക്കാതിരിക്കുന്ന, പാർലമെന്റ് ഉദ്ഘാടനത്തിന് ക്ഷണിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്നും വർക്ക് ചെയ്യുന്നേ ഇല്ലെന്നുള്ളത് നമുക്ക് കാണുക. നിങ്ങൾ എവിടെയാണ് നിങ്ങൾ ഈ പ്രതീക്ഷ വെക്കുന്നത്? മോദി നന്നായി പെരുമാറും എന്ന് പ്രതീക്ഷ വെക്കുന്നതിന്റെ കാരണം എന്താ? അയാൾ പ്രൈം മിനിസ്റ്റർ ആയതുകൊണ്ടോ? അയാൾ പ്രൈം മിനിസ്റ്റർ ആയതാണ് നമ്മുടെ ദുരന്തം. അല്ലാതെ അയാൾ പ്രൈം മിനിസ്റ്റർ ആയിട്ട് നല്ല കാര്യം ചെയ്തു എന്ന് പറയാനായിട്ട് നമ്മുടെ മുന്നിൽ എന്താ ഉള്ളത്? 2-3 ട്രെയിൻ ഉദ്ഘാടനം ചെയ്തതല്ലേ ഉള്ളത്. അമ്പലം പണിഞ്ഞവൻ, പ്രതിമ നിർമ്മിച്ചവൻ, ഇതാണല്ലോ പ്രധാന പണി. അല്ലാതെ പുതിയ IIT ഉണ്ടാക്കിയതിനെ പറ്റിയോ ഒക്കെയാണോ നമ്മൾ ചർച്ച ചെയ്യുന്നത്?
ആളുകളുടെ എന്നാൽ പാലവും റോഡും ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് ബ്രിട്ടീഷുകാർ ചെയ്തിട്ടുള്ളതല്ലേ. അത് ഇപ്പോഴത്തെ ഒരു ഭരണകൂടത്തിന്റെ എന്തെങ്കിലും വലിയ സംഭാവനയാണോ? നീളത്തിലെ ടണൽ പണിഞ്ഞു എന്ന് പറയുന്നത് ഒരു ഇപ്പോഴത്തെ ഒരു ഗവൺമെന്റിന്റെ സംഭാവനയാണ്. നേരത്തെ ഉണ്ടാക്കിയ പദ്ധതികൾ പൂർത്തീകരിക്കുന്നത് ഉദ്ഘാടിക്കുക എന്നുള്ളതാണ് അയാൾ കൂടുതൽ ചെയ്തിട്ടുള്ളത്. മൻമോഹൻ സിംഗിന്റെ കാലത്തുണ്ടാക്കിയിരുന്ന പാലങ്ങളൊക്കെ പരിപൂർത്തിയായി ഉദ്ഘാടനം നടത്തുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇതെല്ലാം അയാളുടെ ക്രെഡിറ്റ് പോകുന്ന, അയാൾ തുടങ്ങി വെച്ചിരിക്കുന്ന സാധനം മുഴുവൻ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഈ അമ്പലവും പള്ളിയും ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലല്ലേ. അത്തരത്തിലുള്ള പ്രതിമകൾ ഉണ്ടാക്കുന്ന, പ്രതിമ വരുമാനം ഉണ്ടാക്കുന്ന കാരണം കൊണ്ട് ഗംഭീരമാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ ഇടയ്ക്ക് ആൾക്കാർ. വരുമാനം ഉണ്ടാക്കുന്ന കാരണം കൊണ്ട്. അപ്പൊ വരുമാനം ഉണ്ടാക്കുന്ന പണി ചെയ്യാനെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഇതാണോ, എന്താ എന്റർപ്രൈസ് ആണോ ഗവൺമെന്റ്? അത് ഗവൺമെന്റ് നടത്തേണ്ട പണിയാണോ? ഇതുകൂടാതെ ഈ റോഡ് നിർമ്മാണം ഇവർ പുരോഗമനമായിട്ട് മുന്നോട്ട് വെക്കുമ്പോൾ റോഡ് ടാക്സ് പിരിക്കാനുള്ള അധികാരം ലഭിച്ച കമ്പനി ഇലക്ട്രൽ ബോർഡിലൂടെ ഇവരിലേക്ക് പണം സമാഹരിക്കപ്പെട്ടിട്ടുണ്ട്. അല്ല, അതുകൊണ്ടാണ് അത് ഇന്ത്യയിലെ നമുക്ക് മുതലാളിമാരിൽ തന്നെ കള്ളന്മാരെന്ന് മോശക്കാരെന്ന് പറയുന്ന വിഭാഗം ഉണ്ടെന്നുള്ളതും നമുക്കറിയണ്ടേ. എന്ന് പറഞ്ഞാൽ കണക്കില്ലാതെ കൈകാര്യം ചെയ്ത് ഒരു ടാക്സ് കൊടുക്കാത്ത, അതാണ് ഇൻകം ടാക്സ് കൊടുക്കുന്നതിന്റെ കണക്ക് എന്താണ്? നിങ്ങൾ ഇന്ത്യയിലെ അതിസമ്പന്നരിൽ രണ്ടാമത്തെ ആളെങ്കിലും ആണല്ലോ. ടാക്സ് കൊടുക്കുന്ന പട്ടികയിൽ അയാളെ ആദ്യത്തെ 10 നമ്മൾ കണ്ടിട്ടില്ല. ഇനി താഴെ എങ്ങാനും ഉണ്ടോന്ന് എനിക്കറിയില്ല. എന്തായാലും ആദ്യത്തെ 10 അതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം അറിയണ്ടേ. സകല ഇത്രയും അധികം എയർപോർട്ടും പോർട്ടുകളും കംപ്ലീറ്റ് ഖനികള്, ഇതൊക്കെ കയ്യിലിരിക്കുന്ന ഒരാള് ഇൻകം ടാക്സ് കൊടുക്കുന്ന ആദ്യത്തെ 10 പേരിൽ എല്ലാതിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം ആരെങ്കിലും അന്വേഷിക്കാത്തത് എന്താണ്? അപ്പൊ ഈ പണക്കാരായിരിക്കുന്ന, പണ്ടേ തൊട്ട് പണ്ടൊക്കെ നമ്മളെല്ലാം മുദ്രാവാക്യം വിളിച്ചിരുന്ന ടാറ്റ, ബിർള, ഗോയങ്ക എന്ന് പറയുന്നവർ മാറി അദാനി, അംബാനി എന്ന് പറയുന്ന ആളുകളാണ് മുന്നിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പൊ വിധേയമായി ചെയ്തിരുന്ന പ്രവൃത്തികൾ കൂടെ ഒഴിവാക്കി അതിനകത്തെ മോശപ്പെട്ട പണക്കാരെന്ന് പറയുന്നവരുടെ കയ്യാളായി മാറിയ ഒരു പ്രൈം മിനിസ്റ്ററാണ് ഉള്ളത്. അയാളിൽ നിന്ന് മറ്റെന്താ പ്രതീക്ഷിക്കേണ്ടത്? നാട്ടിൽ കലാപം ഉണ്ടാക്കി ജയിച്ച് മുഖ്യമന്ത്രിയാകാൻ പറ്റുമെന്നും പ്രധാനമന്ത്രിയാകാൻ പറ്റുമെന്നും കണ്ടുപിടിച്ച ആൾക്കാരാണ് അവര്. ഇപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ ആദ്യത്തെ ഫസ്റ്റ് ഫേസിൽ നടത്തിയ ഇലക്ഷനകത്ത് മണിപ്പൂര് നടന്നതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞില്ലേ? അവിടെ ആൾക്കാർ അതെല്ലാം എടുത്ത് തല്ലിപ്പൊട്ടിച്ച് കളയുന്നിടത്തെത്തിയില്ലേ? നമ്മൾ വെറുതെ നോക്കിയാൽ മതി. ഇലക്ട്രലിനകത്ത് ആ വിഭാഗം ഇല്ലാതായിപ്പോയി. അവിടെ BJPയുടെ ഇവിടുത്തെ വാനരസേന പോലൊരു സേനയെ അവിടെ ഉണ്ടാക്കിയിട്ടുമുണ്ട്. ആംഡ് ആയിട്ടുള്ള ആൾക്കാരാക്കി അവരെ മാറ്റിയിട്ടുണ്ട്. ആ കലാപം നടത്തുന്ന ആൾക്കാർ ഒരു വിചാരണയോ ശിക്ഷയോ നടത്താതെ അവിടെ ഒരു ഇലക്ഷൻ നടത്തുന്നത് എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ മണിപ്പൂരിലെ ഇലക്ഷൻ വെച്ചുകൂടാത്തതല്ലേ? ഈ കൂട്ടത്തിൽ വെച്ചുകൂടാത്തതല്ലേ? അതെന്തിനാണ് ധൃതി പിടിച്ചവർ ചെയ്യുന്നത്? അവിടെ ഇപ്പോഴും ആൾക്കാർ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നില്ലെന്നും കലാപം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അറിയുന്ന സ്ഥലത്ത് അത് ചെയ്തത് എന്തിനാണ്? ഇതൊക്കെ ഈ ഒരു ചോദ്യവും ഇല്ലല്ലോ. ഇതൊക്കെ ചോദിക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞ ആ 3 എണ്ണം 2 എണ്ണം പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ 2-3 ഉണ്ടായിരുന്നു. ഇപ്പൊ ആ 3 പേര് ചേർന്ന് തെരഞ്ഞെടുക്കേണ്ട ആള് മോദിയും അയാളുടെ മിനിസ്റ്ററും മാത്രമായിട്ട് മാറിയില്ലേ? ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് നിങ്ങൾ അവരെങ്ങനെ പെരുമാറുന്നു? അപ്പൊ ആളുകൾക്ക് പ്രതിഷേധമുണ്ട്, അവരിതിനെതിരെ വോട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് ആലോചിക്കേണ്ട കാര്യം പോലും ഇല്ലാത്തല്ലേ. യഥാർത്ഥത്തില് ഈ തരത്തിലുള്ള മാനിപ്പുലേഷൻസ് കാണിക്കാതെ മോദി ജയിക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു കാലത്താണ് നിൽക്കുന്നത്. നേരത്തെയുള്ള ജയങ്ങളെ മുഴുവൻ ഇതുപോലെ പരിശോധിക്കേണ്ടതാണ്. ആദ്യത്തെ തവണ അയാൾ ജയിച്ചിട്ടുണ്ടാകാം. കാരണം ഹിന്ദുക്കൾ ഈ അഴിമതി വിരുദ്ധ സമരം ഈ കേജ്രിവാളും എല്ലാം കൂടെ ചെയ്ത സാധനം എല്ലാം കൂടെ ചേർത്തിട്ടാണ് അത് വരുന്നത്. അതിനകത്ത് BJPക്കാരായിരുന്നവരും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. AAP സ്വതന്ത്രമായ ഒരു പാർട്ടി ആക്കുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു. അതായി വന്ന്
മോദിക്ക് തന്നെ പാരയായിട്ട് അവർ മാറി എന്ന് കാണുന്ന സമയത്താണ് യഥാർത്ഥ പ്രശ്നം ആരംഭിക്കുന്നത്. അതുവരെ അഴിമതി വിരുദ്ധ സമരത്തിനകത്തെ മുന്നണി പോരാളിയായിട്ടായിരുന്നല്ലോ മോദി നിന്നിരുന്നത്. എത്ര വാഗ്ദാനങ്ങളാണ് അയാൾ ആദ്യത്തെ വർഷം പറഞ്ഞിട്ടുള്ളത്. പെട്രോളിന് നേർ പകുതി പൈസ ഉണ്ടെന്ന് ഇവിടുത്തെ എന്താണ് സുരേന്ദ്ര സഹിതം പറഞ്ഞിട്ടുള്ളതല്ലേ, നമ്മളിതെല്ലാം കേട്ടതല്ലേ. നോട്ട് നിരോധനം കൊണ്ടുവന്നിട്ട് എന്തെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നതല്ലേ. ഇതൊന്നും നടക്കുന്നില്ല എന്ന്, ഇതൊന്നും നടത്തിയില്ല എന്നുള്ളത് മാത്രമല്ല, റാഫേൽ പോലുള്ള പ്രകടമായ അഴിമതികൾ ചെയ്തിട്ട് ചോദ്യം ചെയ്യാൻ ആരും ഇല്ലാതെ ഈ 10 വർഷം ഒരു പത്രസമ്മേളനം പോലും നടത്തിയിട്ടില്ലാത്ത ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരിക്കുന്ന കാലത്തിരുന്നുകൊണ്ട് ഇനി അയാൾ എങ്ങനെ പറഞ്ഞു അത് പറഞ്ഞത് ശരിയായോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരവൊക്കെ ഞാൻ പറയണോ? പക്ഷെ അവിടെ ഇദ്ദേഹം ധൈര്യത്തോടു കൂടി ഇലക്ഷനെ അഭിമുഖീകരിച്ചിട്ട് ഇപ്പോൾ ഇത്തരം ഒരു ചേഞ്ചിലേക്ക് വരാൻ തോൽവി ഭയക്കുന്നില്ലേ പ്രധാനമന്ത്രി? അയാൾ തോൽവി ഭയക്കുന്നതിന് നിങ്ങളുടെ ഇഷ്ടമാണ് അങ്ങനെ റീഡ് ചെയ്തെടുക്കുന്നത്. അയാൾക്ക് വടക്കേ ഇന്ത്യയിലെ ജനങ്ങളെ ധ്രുവീകരിച്ച് നിർത്തി അയാളുടെ വോട്ട് അവിടെ സമാഹരിക്കുക എന്നുള്ളതാണ് അയാൾ ചെയ്യുന്നത്. അല്ല വികസനം പറഞ്ഞ് നിന്ന് അതല്ല അങ്ങനത്തെ കാര്യങ്ങളിലുള്ള തെറ്റിദ്ധാരണയൊന്നും അയാൾക്കുണ്ടാകാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ ഇലക്ഷൻ അങ്ങോട്ട് നടക്കുമ്പോൾ മാത്രം വരുന്ന വിവരമാണോ അത്? അപ്പൊ അയാളുടെ പട്ടാളവും അയാളുടെ പോലീസും ഇന്റലിജൻസ് റിപ്പോർട്ടും ഒന്നും അയാൾക്ക് അറിഞ്ഞൂടെ? അയാൾക്കെതിരാണ് ജനത. 35% ഹിന്ദുക്കളെ സൃഷ്ടിച്ച് അവരുടെ വോട്ടും മറ്റുള്ളവരെ തമ്മിലടിപ്പിച്ചും പിരിച്ച് നിർത്തുക എന്നുള്ളതാണ് അവരുടെ തന്ത്രം. തമ്മിലടിപ്പിച്ച് നിർത്താനായിട്ട് കഴിയാതെ പോയിട്ട് ഇന്ത്യ മുന്നണി ഉണ്ടായിട്ടുണ്ട്. ആ ഇന്ത്യ മുന്നണി തമ്മിലടിപ്പിക്കാൻ അവരുടെ അകത്തുനിന്ന് വീണ്ടും വീണ്ടും ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്, നടന്നിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ വിജയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ആളുകളെ എതിരാണ്, 65% അവർക്ക് എതിരാണ് എന്നുള്ള കാര്യം ആദ്യമേ അവർക്കറിയാം. അവരുടെ കയ്യിലിരിക്കുന്ന ആൾക്കാർ ചോർന്നു പോകാതിരിക്കാൻ വേണ്ടി അയാൾ സംസാരിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നുള്ളൂ. 35%-നകത്തുനിന്ന് ഒരു തോൽവി വരരുത്, പറഞ്ഞു പോരുത്, ബാക്കിയുള്ളവരെ അവർ കൈകാര്യം ചെയ്യും. ഇപ്പൊ തന്നെ വേണ്ട ഇന്നലെ ഗുജറാത്തിനകത്ത് സൂററ്റിലെ ഒരാളുടെ പത്രിക തള്ളിക്കളഞ്ഞില്ലേ കോൺഗ്രസ്സുകാരന്റെ? അയാൾ അതിനകത്ത് അക്ഷരത്തെറ്റ് വരുത്തി എന്നങ്ങോട്ട് പറഞ്ഞിട്ട് അത് ചോദ്യം ചെയ്യാൻ ആരും ഇല്ലാതായി പോയി. ഒപ്പം തന്നെ ഒരു 5-6 പേര് ഇലക്ഷൻ നിന്നിരുന്നവർ മുഴുവൻ അവരുടെ പത്രിക പിൻവലിക്കുകയും ചെയ്തു. അത് മുഴുവൻ BJP-ക്കാരുടെ ആൾക്കാരായിരുന്നു. അല്ലെങ്കിൽ അവർ നിന്നാൽ അവർ കൊല്ലപ്പെട്ടു പോകുന്ന പേടിച്ചിട്ട് അവർ പിൻവലിക്കുന്നില്ലേ? അയാൾ ജയിച്ചില്ലേ? ഇത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നോ? ഈ ഇലക്ഷൻ EVM-ന്റെ മാനിപ്പുലേഷനോ അല്ലെന്നുണ്ടെങ്കിൽ ആളുകളെ അതുപോലും ചെയ്യേണ്ടി വന്നില്ല. ഈ തരത്തിൽ ഭയപ്പെടുത്താൻ കഴിയും എന്ന് നന്നായി അറിയുന്ന ആളാണ് അയാള്. അയാളുടെ ഒറ്റാലി കിടക്കുന്നവരെ ഒഴിഞ്ഞു പോകാതിരിക്കാൻ ഏതെങ്കിലും കാരണവശാൽ ഈ പ്രചാരണങ്ങളിനകത്തൊക്കെ പെട്ട് എതിരായിട്ടെങ്ങാനും ചിന്തിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അയാൾ പറയുന്ന കാര്യമാണ്. അയാളുടെ സ്വാഭാവികമായ പരത്തിലാണെന്ന് ഞാൻ പറയുന്നത്. ഇലക്ട്രൽ ബോണ്ട് സംബന്ധമായ അഴിമതി പുറത്തു വന്നതിന്റെ ഒരു ജാള്യത മറക്കുന്നുണ്ട്. അതുവഴി BJP-ക്കാർ മറിച്ച് വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ബാക്കിയുള്ളവരിൽ അയാളിലുള്ള ഇല്യൂഷൻ ഉണ്ടായിരുന്നത് കുറവ് വരിക, അല്ലാതെ ഈ മതവിശ്വാസികളായിരിക്കുന്നവര് അങ്ങനെ മാറത്തില്ല. അത് നമ്മുടെ നാട്ടിനകത്തെ മുന്നണിക്കകത്ത് നോക്കിയാൽ മതി. എത്ര അഴിമതി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്തുനിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകുന്നൊന്നും ഇല്ലല്ലോ. മുന്നണികൾ മാറി മറ്റേ മുന്നണിയുടെ കൂടെ നിൽക്കുമ്പോഴാണല്ലോ ജയിക്കുന്നത്. നമ്മൾ വെറുതെ നോക്കിയാൽ മതി. ആളുകളാരും പൗരരൊന്നും ആയിട്ടില്ലടൂ. ഇങ്ങനത്തെ തെരഞ്ഞെടുപ്പ് ഇതാണ്. അവരുടെ വീട്ടിനകത്തും നാട്ടിനകത്തും ജാതിക്കും മതം അനുസരിച്ചിട്ട് വോട്ട് ചെയ്യുന്നവരാണ്. നേരത്തെ ഉണ്ടായിപ്പോയ സ്വാതന്ത്ര്യ സമര കാലത്ത് ഉണ്ടായിപ്പോയ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒക്കെ ഉണ്ടായിപ്പോയത് കൊണ്ട് മാത്രം പൊതുവെ ആൾക്കാർക്ക് പോയി നിൽക്കാനുള്ള സ്ഥലമുണ്ട്. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും പ്രാദേശിക പാർട്ടികളും ജാതി പാർട്ടികളുമാണ് ഉണ്ടായത്. നമ്മൾ പ്രാദേശിക പാർട്ടികൾ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് വരുന്ന പാർട്ടികളിൽ ഒന്നീ ജാതി കൊണ്ടോ അല്ലെങ്കിൽ മതം കൊണ്ടോ അല്ലെങ്കിൽ ആ പ്രദേശത്തിന്റെ ഭാഷ കൊണ്ടോ ഉണ്ടായിരിക്കുന്ന ഐക്യമേ അവിടെ ഉണ്ട്. അല്ലാതെ അപ്പോഴും അതിനകത്ത് പൗരത്വം ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്ത്യക്കാരെ നിർമ്മിക്കാൻ നമുക്ക് കഴിയാതെ പോയി 70 വർഷം കൊണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകണ്ട.
ഏതെങ്കിലും തരത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധത കൊണ്ട് ഒന്നിച്ച് നിന്ന് ഒരു ഇന്ത്യക്കാരായിരുന്ന ആൾക്കാർ ചത്തും പോയി. അവരുടെ മക്കളുടെ മക്കളാണ് ഇന്ന് നാട്ടിലുള്ളത്. അവന്മാർക്ക് ഇതിനെപ്പറ്റി യാതൊരു വിവരവും ഇല്ലാതിരിക്കുന്ന, പൗരബോധം എന്ന് പറഞ്ഞ, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന ക്ലാസ് റൂമിനകത്തുനിന്ന് വന്ന ആൾക്കാരുടെ കൂട്ടായ്മയും അങ്ങനെ അല്ലാത്ത ജാതിക്കകത്തും മതത്തിനകത്തും കുടുങ്ങി നിൽക്കുന്ന മനുഷ്യരെ അവിടെ ഉള്ളു. അവരെ അഡ്രസ്സ് ചെയ്യാനായിട്ട് അറിയുന്ന ആരും ജയിക്കും. ഇത് മോദിക്ക് മാത്രം ബാധകമായ കാര്യമൊന്നുമല്ല. നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിനകത്തും ഈ കാര്യങ്ങളെല്ലാം കാണണം. പണ്ട് നമ്മൾ കോൺഗ്രസിനകത്തെ ഏറ്റവും മോശപ്പെട്ട വിഭാഗത്തിനെതിരെയായിരുന്നു സമരം ചെയ്തിരുന്നത്. ആ മോശപ്പെട്ട വിഭാഗം ഒന്നിച്ചു ചേർന്നതാണ് BJP. ജനസംഘം എന്ന് പറഞ്ഞ 4-5 പേര് മാത്രമായിട്ടുണ്ടായിരുന്ന ഒരു സംഘടനയായിരുന്നു. ഈ കോൺഗ്രസിനെതിരെ നമ്മൾ സമരം ചെയ്യുമ്പോൾ കോൺഗ്രസിനകത്തുള്ള ഒരു മുഴുവൻ മോശമായിട്ടല്ല, അതിനകത്ത് ഒരു വിഭാഗമാണ്. ആ വിഭാഗം അതിനകത്തുനിന്ന് ഊറി പുറത്ത് കൂടിയതാണ് BJP ആയി മാറുന്നത്. ആ ഒഴുക്ക് തീർന്നിട്ടുമില്ല. ഇതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട്. ഇതിനെല്ലാം പുറമെ ലോകത്തിലുള്ള സകല കൊള്ളയും ചെയ്ത് പണം ഉണ്ടാക്കി ഈ ഇലക്ഷന് തോറ്റാലും ജയിക്കും BJP. അങ്ങനെയാണ് അവർ പണം കൊടുത്ത് ഇവരെ വാങ്ങും. വാങ്ങപ്പെടാതിരിക്കത്തക്കവണ്ണം ധീരതയോടെ നിൽക്കാൻ പറ്റുന്ന, എന്ന് പറഞ്ഞാൽ സ്വന്തം വിശ്വാസം എന്ന് ഞാൻ പറയുന്നത് ദൈവവിശ്വാസങ്ങളല്ല, അവരവരുടെ രാഷ്ട്രീയ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന മനുഷ്യരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നേരിടാൻ പറ്റും. ബാക്കി ആർക്കും പറ്റത്തില്ല. അതുകൊണ്ട് ഈ നിലനിൽക്കുന്ന കക്ഷി രാഷ്ട്രീയങ്ങളിനകത്ത് നിൽക്കുന്നവര് ഏതെങ്കിലും ജാതിയോടോ മതത്തിനോടോ ബന്ധപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പൊ തെലുങ്കാനയിലെ കലാപം ഉണ്ടായ സ്ഥലത്ത് അവിടെ ആ പള്ളിയൊക്കെ തല്ലി പൊളിക്കുന്നതിനകത്ത് കോൺഗ്രസ്സുകാരുണ്ടെന്നുള്ള പ്രതികളുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ന്യൂസ് 2 ദിവസമേ ആയിട്ടുള്ളൂ വന്നത്. അതുകൊണ്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടതിനകത്ത്? ഇനി രാഹുൽ ഗാന്ധിയുടെ ഇതിനകത്ത് മുസ്ലിങ്ങളുടെ കൊടി കാണിക്കണ്ടെന്ന് പറയുന്ന ഗതികേടിപ്പെട്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ? വടക്കേ ഇന്ത്യയിൽ ചെന്നാൽ മോദിയാണോ രാഹുൽ ഗാന്ധിയാണോ ഒരേപോലെ വേഷം കെട്ടുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ പോലും കഴിയത്തില്ല. അതുപോലെ ഹിന്ദുക്കളായിട്ടിരുന്ന് കിട്ടുന്നവരല്ലേ അവരെല്ലാരും. ഇതുകൊണ്ടാണ് അവരുടെ ഒറ്റാലി കിടക്കുന്നവർ പുറത്തു പോകാതിരിക്കുന്നതിന് വേണ്ടി സംസാരിക്കുന്ന സാധനമാണ് മോദി തന്നെയാണ്. അല്ലാതെ അയാൾ ഏതെങ്കിലും സമയത്ത് നല്ലതായി പോയി എന്നൊക്കെ തെറ്റിദ്ധരിക്കാനായിട്ട് അതാണ് പറ്റിക്കാൻ. ഇപ്പൊ ഇയാളെ പോലെ വ്യത്യസ്തമായി ചിന്തിക്കാൻ കഴിയുന്ന ഒരാളിനെ പറ്റിക്കപ്പെടുന്ന ആളായിട്ട് മാറ്റാൻ കഴിയുന്ന അത്രയും പ്രചാരണം ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ വാജ്പേയി കവിത വായിച്ചാൽ RSSകാരനല്ലാതാവുമോ? ഇയാളെക്കാളും മെച്ചമാണ്, അദ്വാനി ഇയാളെക്കാളും മെച്ചമാണ്, മോദിയെക്കാളും മെച്ചമാണെന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടി വരുന്ന ഗതികേടാണ് നമുക്കുള്ളത്. അവർക്ക് വേറെന്ത് അജണ്ടയാ ഉള്ളത്? RSSനകത്ത് നല്ല ആളുകൾ ഉണ്ടാകും എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതിന്റെ ആവശ്യം എന്താണെന്നുള്ളതാണ് എന്റെ ചോദ്യം. അവർ പല ഭാഷയും സംസാരിക്കും. അവരുടെ ലക്ഷ്യം എന്താണ്, ഉദ്ദേശം എന്താണ്, രാഷ്ട്രീയമായിട്ടുള്ള നിലപാടെന്താണ്, അത് അവർ ഡിക്ലെയർ ചെയ്തിട്ടുള്ളതല്ലേ. ഹിന്ദു രാഷ്ട്ര നിർമ്മാണമാണ്, അതിനനുസരിച്ചിട്ടല്ലേ അവർ സംസാരിക്കേണ്ടത്. മോദി ഹിന്ദു രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പം അയാൾ മോശവും, അയാൾ പാല ഉദ്ഘാടനം ചെയ്യുമ്പോൾ നല്ല ആകുമോ? അതെന്തൊരു തമാശയത്. നമ്മൾ ആ ഡൈക്കോട്ടമിൽ അങ്ങനത്തെ ഒരു നിലപാടോ വിലയിരുത്തലോ ചെയ്തുകൂടാ. മോദിയും പാർട്ടികളെയും കണിശമായി തോൽപ്പിക്കാൻ കഴിയുന്ന, ഇലക്ഷന് തോൽപ്പിക്കാൻ കഴിയുമെങ്കിൽ അവരെ അടുത്ത ഇലക്ഷന് തോൽപ്പിക്കുക എന്നുള്ളതല്ല, അവരെ രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഡിക്ലെയർ ചെയ്യാൻ അനുവദിക്കാതിരിക്കുന്നിടത്തേക്ക് ജയിച്ചാൽ ആക്കേണ്ടതുണ്ട്. മോദിയും ഷായെയും അവരെല്ലാം ഇംപീച്ച് ചെയ്യേണ്ടതുണ്ട്, ശിക്ഷിക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാതെ വെറുതെ വിട്ടുകൂടാ. ഇങ്ങനത്തെ നിലപാടുകളുമായി മുന്നേറി അത് മാറി അതേ സമയത്ത് തന്നെ ജനാധിപത്യ സംവിധാനങ്ങളെ ബലപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. അത് സംവിധാനം ബലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പഴയ ഹെറാർക്കി നിലനിർത്തുക, ഏണിപ്പടി പോലത്തെ സ്ഥാപനങ്ങളെ നിലനിർത്തുക എന്നുള്ള അർത്ഥമേ അല്ല. അത് അഴിച്ചു പണിയേണ്ടതുണ്ട്. ഇതൊന്നും ചെയ്തിട്ടില്ല. വീണ്ടും മോദിമാര് പ്രത്യക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതയാണ് നമുക്കുള്ളത്. ഇനി ജയിക്കുന്ന ആൾക്കാരും കൂടെ അങ്ങനെ പെരുമാറിക്കൂടാന്ന് നിയമമല്ലോ. UAPA നിയമം BJP-കാരനുണ്ടാക്കിയല്ലോ. അതെടുത്ത് പ്രയോഗിക്കുന്ന അവര് മാത്രമല്ലല്ലോ. കേരളത്തിലെ പിണറായി മുന്നണി ഭരണസഹിതം അവരെടുത്ത് ഉപയോഗിച്ചിട്ടില്ലേ? ചെയ്തുകൂടാത്തതല്ലേ?
CAA ഞങ്ങൾ ഇവിടെ നടത്തത്തില്ല എന്ന് പറയുന്ന ആർജവം UAP-യുടെ കാര്യത്തിനകത്ത് പിണറായി എടുക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഈ തരത്തിലുള്ള ജനാധിപത്യവൽക്കരണം എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മവും വിപുലമായിട്ടും നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അത് ഈ ആളുകളിൽ നിന്ന് മോദി തോറ്റാൽ നേരെയാ, മോദി തോക്കുകയല്ല, മോദിയെ കണിശമായിട്ട് ജയിലിലടക്കുകയാണ് വേണ്ടത്. അതിനെനിക്ക് സംശയമൊന്നുമില്ല. ഞാനിപ്പോ ഇങ്ങനെ സംസാരിക്കുമ്പോൾ മോദി തോക്കാതിരിക്കുന്നതിനുള്ള ഇടങ്കോലിടുന്നതിന് വേണ്ടി ജനാധിപത്യത്തിനെ പറ്റി പറയുകയാണെന്നുള്ള വ്യാഖ്യാനിച്ച് പറഞ്ഞു കളയും. നമ്മളൊരു ലോങ് ടൈം വർക്കിനകത്താണെന്ന് തിരിച്ചറിയണുണ്ട്. മോദിയെ ശിക്ഷിക്കേണ്ട ആളാണ്. എനിക്ക് അയാളെ ഏതെങ്കിലും നിലവാരത്തിൽ കണി കാണാൻ പോലും ഇഷ്ടമല്ലാത്ത മനുഷ്യനാണ്. അത് വേറെ വിഷയമാണ്. പക്ഷെ അത് കാരണം കൊണ്ട് അപ്പുറത്തിരിക്കുന്ന ആളുകളെല്ലാവരും ജനാധിപത്യ ബോധമുള്ള ആളുകൾ. അങ്ങനെയാണെങ്കിൽ പണ്ട് കോൺഗ്രസ്സുകാരുമായിട്ട് സമരം ചെയ്യേണ്ടി വരുമായിരുന്നു നമുക്ക്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുന്നത് ലോങ് ടൈമിലായിട്ട് കാണുകയും അതിനനുസരിച്ചുള്ള സ്ഥാപന നിർമ്മാണങ്ങൾ ആവശ്യമാണെന്നും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നശിപ്പിച്ച് കളയുന്ന ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയ ആദ്യകാലത്തെ സുപ്രീം കോടതി ഒന്നും അല്ല നിലനിൽക്കേണ്ടതെന്നും ഒക്കെ ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞതാണ്. അങ്ങനത്തെ സ്ഥാപനങ്ങളല്ല ആർബിട്രേഷന് ആവശ്യമാണ്. സെൻട്രലും സ്റ്റേറ്റും എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന് സ്റ്റേറ്റ് ഗവൺമെന്റിന് മുകളിലിരിക്കുന്ന ഭരണ സംവിധാനമായി നിലനിർത്തിക്കൂടാ. ഇതൊക്കെ അഴിച്ചു പണിയേണ്ടതാണ്. അതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് അമെന്റ്മെന്റ് വരുത്തി മാറ്റേണ്ടതാണ്. ഫെഡറൽ സ്റ്റേറ്റുകൾ തന്നെ നിർമ്മിക്കേണ്ടതാണ്. ഇനി ഉണ്ടാകുന്ന മോദി വിരുദ്ധമായി ഉണ്ടാകുന്ന ഈ ഒരു ഗവൺമെന്റ് ഉണ്ടാകുകയാണെങ്കിൽ അവർ അടിയന്തരമായി ചെയ്യേണ്ട പ്രവൃത്തികളാണ് ഞാൻ ഈ പറയുന്നത്. അവര് ചെയ്യില്ലെന്ന് അറിയുന്ന ആളാണ് ഞാൻ. അതിനുവേണ്ടിയാണ് വാദിക്കേണ്ടത്. ജയിച്ചാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ഈ ജയിക്കുന്നതിന് മുമ്പ് ആലോചിക്കേണ്ടതാണ്. അല്ല, എങ്ങനെങ്കിലും മോദിയെ മാറ്റി കഴിഞ്ഞാൽ മോദിയെ മാറ്റി പകരം വേറെ ഇതിനേക്കാളും മോശപ്പെട്ട ആൾക്കാരെ വീണ്ടും വെക്കാൻ പറ്റും. ഇതിനേക്കാളും മോശം എന്ന് പറയുമ്പോൾ അവരെ പോലുള്ള കലാപകാരികളും കൊലപാതകികളും എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അധികാര ദുർവിനിയോഗം ചെയ്യുന്ന ആളുകളെ വീണ്ടും വീണ്ടും പ്രതിഷ്ഠിക്കാൻ ഈ സംവിധാനങ്ങൾക്ക് കഴിയും എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. നമ്മൾ പൗരന്മാരായിരിക്കുന്നവര് അറിയേണ്ട കാര്യമാണത്. ഈ സ്ഥാപനങ്ങളുടെ സുപ്രീം കോടതി തൊട്ട് ഇവിടുത്തെ പാർലമെന്റിനകത്ത് ഇരിക്കുന്ന സ്ഥലം, ഈ സെക്രട്ടേറിയറ്റുകളിൽ ഇരിക്കുന്ന ചീഫ് സെക്രട്ടറിമാര് തൊട്ട് ഇരിക്കുന്ന ആൾക്കാരെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ ഇത് ഭരിക്കാനാണ് വീണ്ടും നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഇതേപോലെ ലോകത്തിന് ദ്രോഹികളായ മനുഷ്യർ തന്നെ വീണ്ടും വീണ്ടും അവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. ഇന്ത്യ കലാപഭൂമിയായിട്ട് തുടരും. ഇന്ത്യ എന്ന് പറയുന്ന യാഥാർത്ഥ്യം തന്നെ അങ്ങനെ തുടരേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യവും നമ്മൾ ആലോചിക്കണം. ഇനി അങ്ങനെ പിരിയാൻ കഴിയില്ല എങ്കിൽ അത് പിരിഞ്ഞു നിൽക്കാനായിട്ട് തന്നെ ആലോചിക്കേണ്ടി വരും. സോവിയറ്റ് യൂണിയനെ മാറ്റിയതുപോലെ തന്നെ മാറ്റേണ്ട ആവശ്യമാണ്. ഇതൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. ഇത് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ലോങ് ടൈം പ്രോസസ്സാണ്. അത് നമ്മൾ അല്ലാതെ ഒരു രാജ്യത്തെ ഇലക്ഷന് ജയിക്കുന്ന യുക്തിയല്ലത്. ഇത്തരത്തിലുള്ള മഹാമോശപ്പെട്ട നീചന്മാരായ മനുഷ്യര് അധികാരത്തിൽ എത്തിച്ചേരാനുള്ള വളം വയ്ക്കുന്ന ഇടം വയ്ക്കുന്ന സ്ഥാപനങ്ങൾ തുടരരുത്. അത് അഴിച്ചു പണിയണം. അതിന് ചെക്ക് മെഷേഴ്സ് ഉണ്ടാക്കണം. PM കെയർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കി ഓഡിറ്റ് പോലും ഇല്ലാതെ നിലനിർത്താൻ അനുവദിക്കുന്ന ഒരു സംവിധാനം ഭരണഘടനയ്ക്ക് പുറത്ത് അവർക്ക് ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ പറ. അതൊക്കെ ചർച്ച ചെയ്യണ്ടേ? ഇത്തരത്തിലുള്ള അഴിച്ചുപണികളുടെ ആവശ്യമാണെന്നും കൂടെ നമ്മൾ ഓർത്തോണ്ട് വേണം ഈ വിഷയങ്ങൾ പറയാൻ. മോദി തന്നെയാണ്, RSSകാരനാണ്, അത് ഹിന്ദുവാണ്, അയാൾ മുസ്ലിം വിരോധിയാണ്. അതിന്റെ പേരും പറഞ്ഞാണ് അയാൾ അധികാരത്തിലേറിയത്. അയാളെ പോലെ പെരുമാറുമ്പോൾ തെറ്റാണെന്ന് പറയരുത്. അത്രയാണ് ഞാൻ പറയുന്നത്. അയാളെ പോലെ പെരുമാറുമ്പോൾ എന്തോ പന്തികേടുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താണ് പറയണ്ടേ? ഈ അതിനൊരു വാക്ക് പറഞ്ഞാൽ ഫൂളിഷ് എന്ന് ഇംഗ്ലീഷ് പറയാവുന്ന വാക്കാണത്. മോദി എന്തും ചെയ്ത് അധികാരത്തിൽ നിൽക്കും. അയാള് 50 ദിവസം കഴിഞ്ഞ് നോട്ട് നിരോധനം കഴിഞ്ഞ് 50 ദിവസം കഴിഞ്ഞ് എന്നെ കത്തിച്ചോളാൻ പറഞ്ഞല്ലേ? ഒറ്റൊരുത്തം കത്തിച്ചില്ലല്ലോ. അവനെ 10 തവണ കത്തിക്കേണ്ടതല്ലേ? അത് ചെയ്യാൻ കഴിയാതെ നമുക്ക് പോയതെന്തുകൊണ്ടാ? നമുക്ക് ജനാധിപത്യ മര്യാദയുണ്ട്. ജനാധിപത്യ മര്യാദ ഇല്ലാത്ത ആൾക്കാരുടെ അടുത്ത് ജനാധിപത്യം ഇങ്ങനെ വർക്ക് ചെയ്യത്തില്ല. അവരിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കുന്നതാണ് നമ്മൾ. നന്മയല്ല, ചെക്ക് ആൻഡ് മെഷേഴ്സിനുള്ള സ്ഥാപനങ്ങളാണ് ബലപ്പെടുത്തേണ്ടത്. ഇലക്ഷൻ കമ്മീഷന് അവിടെ തിരുവനന്തപുരത്ത് നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ വരുമാനത്തിനെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ടോ? എന്താ, കേരളത്തിലല്ലേ? കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ടാണ് ആ വിഷയം എടുക്കാത്തെ?
നമുക്ക് എല്ലാവർക്കും അറിഞ്ഞൂടെ അയാൾക്ക് എത്ര ധനം ഉണ്ടെന്ന് അയാൾ എഴുതി വെച്ചിരിക്കുന്ന മുഴുവൻ കള്ളമാണെന്ന്. അയാളുടെ പത്രിക എന്താണ് തള്ളാത്തത്? ഗുജറാത്തിലെ അക്ഷരത്തെറ്റ് വന്ന പത്രിക തള്ളിയപ്പോ ഇതൊക്കെ നിങ്ങൾ എന്താ പറയാത്തേ? നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ, നമ്മുടെ മൂക്കിന്റെ കീഴിലുള്ള സാധനമില്ലേ, തിരുവനന്തപുരത്തുള്ളതല്ലേ, അല്ലാതെ അങ്ങ് ഗുജറാത്തിലോ UP-യിലോ നടക്കുന്ന കഥയല്ലല്ലോ ഇത്. രാജീവ് ചന്ദ്രശേഖർ എങ്ങനെയാണ് പത്രിക സമർപ്പിച്ച് അംഗീകാരം നേടിയെന്നുള്ള പറയണ്ടേ? അതെന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാൻ പറ്റാത്തെ? കേരളത്തിൽ എന്തുകൊണ്ട് ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല? അപ്പൊ അതുകൊണ്ടാണ് ഈ സ്ഥാപനങ്ങളെല്ലാം മരിച്ചു കഴിഞ്ഞു എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് അങ്ങനെ മരിച്ച ഒരു സ്ഥാപനത്തിനകത്ത് ജയിച്ചാലും നിങ്ങൾക്ക് ഭരിക്കാൻ പറ്റത്തില്ല. ഇനി ഇന്ത്യ മുന്നണി ജയിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ, അവർ RSSകാരെ പോലെ തന്നെ ഭരിക്കും. വേറെ വഴി എന്താണ്? അതിന്റെ സംഘടനകളാണ് ആയിരിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളും. അതിനകത്തുനിന്ന് എങ്ങനെ നിങ്ങൾ ഒരു ജനാധിപത്യ സംസ്കാരമുള്ള ഭരണം പ്രതീക്ഷിക്കുക? നടക്കത്തില്ല. അതൊക്കെ അഴിച്ചു പണിയേണ്ടതാണ്. അത് വിഘടനവാദമൊന്നും അല്ല. അങ്ങനെ പറഞ്ഞ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കിക്കാതിരിക്കാൻ വേണ്ടി പ്രചരിപ്പിക്കാനേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആ സ്ഥാപനങ്ങളെല്ലാം മരിച്ചു കഴിഞ്ഞെന്നാ ഞാൻ പറയുന്നത്. സകല യൂണിവേഴ്സിറ്റികളും തകർന്നു കഴിഞ്ഞ്. നിങ്ങൾ ചാണകത്തിനകത്ത് പ്ലൂട്ടോണിയം ഉണ്ടെന്ന് അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം റിസർച്ച് ചെയ്യാൻ പറ്റുന്ന സ്ഥലമായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞ്. ഇതൊക്കെ മറന്നുപോയിട്ട് മോദി ഇങ്ങനെ പറഞ്ഞതിനെ പറ്റി മാത്രമായിട്ട് പറയാനായിട്ട് നമ്മൾ എങ്ങനെ ഇരിക്കുന്നത്? പിന്നെ മോദി എന്ത് പറയണമെന്നൊന്ന് പറ. നമുക്ക് ഇരുന്ന് തരണോ? അയാൾ ജയിക്കാൻ അയാൾ ശ്രമിക്കൂ. അത് അയാൾക്ക് അറിയാവുന്ന രീതിയിൽ അയാൾ ചെയ്യും. കലാപം ഉണ്ടാക്കി അയാൾ ജയിക്കും. പുൽവാമ പോലെയോ അല്ലെങ്കിൽ താജ് ഹോട്ടലിൽ അറ്റാക്ക് പോലെയോ എന്തെങ്കിലും എന്ത് വേണേലും ചെയ്യാൻ പറ്റും. ഈ പറയുന്ന എല്ലാം ചെയ്യും. കാരണം അധികാരത്തിലിരുന്ന് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഭരിക്കാനാണ് അവര് ഇലക്ഷന് നിൽക്കുന്നത്. അല്ല നമ്മളെ എല്ലാവരെയും നോക്കി ജനാധിപത്യ മര്യാദകൾ പാലിച്ച് ഭരിക്കുന്നിടത്ത് ഇരിക്കാനല്ല അയാൾ വന്നത്. മോദി അങ്ങനെ തന്നെ പെരുമാറും. അതുകൊണ്ടാണ് അയാളെ റിമൂവ് ചെയ്യുക എന്നുള്ളതല്ല, അയാളെ ജയിലിലാക്കേണ്ടതാണ്. അല്ലാതെ എനിക്ക് ഇലക്ഷന് തോപ്പിച്ച് കാണാനൊന്നുമല്ല ഞാനിരിക്കുന്നത്. അയാൾ ശിക്ഷിക്കപ്പെടേണ്ട ആളാണ്. അത് ഗുജറാത്ത് കലാപം തൊട്ട് ശിക്ഷിക്കപ്പെടേണ്ട ആളാണ്. ലോയെ കൊന്നതിന് ശിക്ഷിക്കപ്പെടേണ്ട ആളാണ്. കാശ്മീർ തകർത്തതിന് ശിക്ഷിക്കപ്പെടേണ്ട ആളാണ്. പുൽവാമ ഉണ്ടാക്കിയതിന് ശിക്ഷിക്കപ്പെടേണ്ട ആളാണ്. ഒരു വെടിയുണ്ട മാത്രം എനിക്ക് തോന്നുന്നു പാകിസ്ഥാനെ ആക്രമിച്ചു എന്ന് വരുത്തിയിട്ട് ആളുകളെ പറ്റിച്ചതാണ്. ഇതൊക്കെ നമ്മൾ അറിയേണ്ടതല്ലേ? കള്ളമല്ലാതെ ഒരു അക്ഷരം ജീവിതത്തിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരുത്തനാണ്. അവന്റെ സർട്ടിഫിക്കറ്റ് തൊട്ട് സകല കാര്യവും കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എന്തെല്ലാം കാര്യം പറഞ്ഞ കൊള്ളക്കാരനായിട്ടിരിക്കുകയാണ്. ഈ ഇങ്ങനെ ഇരിക്കുന്ന ഒരുത്തനെ പറ്റി നമ്മൾ എന്ത് കൂടുതൽ പറയേണ്ടത്? അയാളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇയാൾ ചോദിക്കുന്ന ചോദ്യം ചോദിക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറയുന്നു. അത്ര അയാൾ പറഞ്ഞല്ലോ എന്നല്ലേ നമ്മൾ ആലോചിക്കണ്ടേ? അയാൾ വേറൊരു സ്റ്റേറ്റിലും കൂടെ കലാപം അഴിച്ചുവിട്ടില്ല എന്നുള്ളതല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്? പുൽവാമ വീണ്ടും ഉണ്ടാക്കിയില്ല എന്നുള്ളതല്ലേ ആലോചിക്കേണ്ടത്? ഇത്രയൊക്കെ പറഞ്ഞുള്ളല്ലോ എന്നല്ലേ ആലോചിക്കേണ്ടത്? കർഷക സമരത്തിനെ നേരിട്ട് നമ്മൾ കണ്ടതല്ലേ? അടുത്ത ഘട്ട വോട്ടെടുപ്പ് കഴിയുമ്പോൾ അതിനടുത്ത ഘട്ട വോട്ടെടുപ്പ് വരുന്നതിന് മുന്നേ ചിലപ്പം ഒരു കലാപ സാധ്യത. ഞാൻ പറഞ്ഞില്ല, അവര് അത് ചെയ്യുക തന്നെ ചെയ്യും. കലാപം ഇപ്പൊ ഇലക്ഷൻ നടക്കാൻ കഴിയാത്ത അത്രയും വലിയൊരു കലാപം ഉണ്ടാകുകയാണെന്ന് വെച്ചോ, ഇലക്ഷൻ സസ്പെൻഡ് ചെയ്താൽ ഇവര് തന്നെ അധികാരത്തിൽ തുടരത്തില്ലേ? അതൊക്കെ അവർ ചെയ്തെടുക്കും. അവര് മണ്ടരല്ല, നന്നായി കാര്യങ്ങൾ അറിയുന്നവരാണ്. നമ്മളാണ് മണ്ടര്. നമ്മൾ ഈ ഇന്ത്യ ഇന്നും ജനാധിപത്യ സംവിധാനത്തിൽ കഴിയുന്ന ഒരു ഇടമാണെന്ന് നമ്മൾ സ്വയം തെറ്റിദ്ധരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. കേരളത്തിനകത്തൊക്കെ ഇരുന്നിട്ട് നടക്കുന്ന ഒരു സംവിധാനത്തിനകത്ത് ആളുകളെ എല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനും പരിശോധിക്കാനും കഴിയുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അത് അത്രയും ജനാധിപത്യപരമായ സ്ഥലങ്ങളുള്ളത് ഈ സൗത്ത് ഇന്ത്യയിലുള്ള 4 സ്റ്റേറ്റിലാണ് ഉള്ളത്. അതിനകത്തെ തെറ്റുകളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാറുള്ളത്. വേണ്ടുവണ്ണം ഈ ബൂത്ത് പിടിക്കുന്ന പണിയൊക്കെ കേരളത്തിലും ഇല്ലേ? അതൊക്കെ ചെയ്യാതിരിക്കാനായിട്ട് വേണ്ടി നമ്മൾ എടുക്കാൻ പറ്റുന്ന മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റതൊക്കെ നടക്കുന്നത് കൊണ്ടാണ്. അതൊന്നും നടക്കാതെ ജാതിയിലും മതത്തിലും മാത്രം കുടുങ്ങിക്കിടക്കുന്ന പാവം പിടിച്ച വടക്കേ ഇന്ത്യൻ ജനതയെ ധ്രുവീകരിച്ച് ഇലക്ഷൻ ജയിച്ച് നിൽക്കുന്ന ആ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവര് മതി ഇന്ത്യ ഭരിക്കാൻ. ആ ഹിന്ദി ഹാർട്ട്ലാൻഡിലുള്ള ആൾക്കാരെ ഉപയോഗിച്ച് അവർക്ക് ഭരിക്കാൻ പറ്റുമെന്നുള്ള അവരുടെ അറിവാണ് അവർക്ക് ഇത്തരത്തിൽ പെരുമാറാനുള്ള കഴിവ് കൊടുക്കുന്നത്. അത് നമ്മൾ അറിയേണ്ടതുണ്ട്. അങ്ങനത്തെ ഒരു യൂണിയനകത്ത് ഇനി തുടർന്നുകൂടാ. അല്ലാതെ ഇന്ത്യ പഴയതുപോലെ തുടരും എന്ന് ഇനി ഒരിക്കലും വിചാരിച്ചുകൂടാ. കഴിയില്ല. അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുഴുവൻ നശിച്ചു പോയി. അത് തിരിച്ചങ്ങനെ എളുപ്പമല്ല പിടിക്കാൻ. പഴയ ഇന്ത്യ ഉണ്ടാക്കാൻ ഒക്കത്തില്ല. വടക്കേ ഇന്ത്യയിലെ കോൺഗ്രസ്സുകാര് ഹിന്ദുത്വവാദികളായിട്ട് തുടരും.
അവിടെ ഭരിക്കണമെങ്കിൽ. അത്രത്തോളം ധ്രുവീകരണം സംഭവിച്ചു കഴിഞ്ഞു. ഇത് ബാബറി മസ്ജിദ് പൊളിക്കുന്നതിന് മുമ്പ് പറയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ. ധ്രുവീകരണം ഉണ്ടായിക്കഴിഞ്ഞ്, കലാപം ഉണ്ടായിക്കഴിഞ്ഞ്, ഇനി എങ്ങനെ ഇത് ചെയ്തെടുക്കുന്ന നിങ്ങൾ വിചാരിക്കുന്നത്? ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിയാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ച് നമ്മൾ എന്തോ പ്രതീക്ഷകളുമായിട്ട് കുത്തിയിരിക്കരുത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സംരക്ഷിക്കാനായിട്ട് ഇനി കഴിയില്ല. ഇതൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. അതുകൊണ്ട് മോദി തോറ്റ് ഇന്ത്യ മുന്നണി ജയിച്ചാൽ എന്തെങ്കിലും സംഭവിച്ചൊന്നും ഞാൻ വിചാരിക്കാൻ തയ്യാറില്ല. 5 വർഷത്തിനകത്ത് നമ്മൾ ഇതിനേക്കാളും കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആകും. അതുകൊണ്ടാണ് അഴിച്ചു പണിയേണ്ട കാലത്താണ് നമ്മൾ ഇരിക്കുന്നത്. അങ്ങനെ മാത്രമേ ഞാൻ ഇനി ഈ വിഷയം സമീപിക്കുകയോ പറയുകയോ ഉള്ളൂ. അല്ലാതെ ഇന്ത്യൻ യൂണിയൻ ഉണ്ട്, ഇന്ത്യൻ യൂണിയൻ ഫെഡറൽ സ്റ്റേറ്റുകളായിട്ട് ഡിക്ലെയർ ചെയ്ത് സ്വതന്ത്രമായി സ്റ്റേറ്റുകൾക്ക് സ്വന്തമായി നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അവകാശം കൊടുക്കുന്ന ദിവസം മാത്രമേ നമുക്ക് ഈ ചർച്ചയ്ക്ക് മുമ്പോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അത് അടിയന്തരമായി ചെയ്തെടുക്കേണ്ടതാണ്. അടുത്ത ഇലക്ഷന് ഇന്ത്യ മുന്നണിയാണ് ജയിക്കുന്നതെങ്കിൽ ഫെഡറൽ സ്റ്റേറ്റുകൾക്ക് സ്വന്തമായ നിയമനിർമ്മാണം അവരവരുടെ സ്റ്റേറ്റുകൾക്കകത്ത് ഒരു യൂണിയന് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കോർഡിനേഷൻ മാത്രം മതി. അല്ലാതെ സെൻട്രൽ ഗവൺമെന്റ് പിരിച്ചുവിടാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റ് ഗവൺമെന്റും ഉണ്ടായിക്കൂടാ. ഇതൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയുള്ള ചർച്ച ചെയ്യാനും ഏറ്റവും പ്രാഥമികമായ പഞ്ചായത്തുകൾ ബലപ്പെടുത്താനും ത്രിതല പഞ്ചായത്തുകൾ ഉണ്ടാക്കി അവിടുത്തെ പാരലൽ സിസ്റ്റമായിട്ടുള്ള വില്ലേജ് ഓഫീസും തഹസിൽദാരുടെ ഓഫീസും കളക്ടറേറ്റും പിരിച്ചുവിടണം. ഗവർണർ എന്ന് പറയുന്ന ഒരു യൂസ്ലെസ്സിനായ ഒരുത്തനെ അവിടെ കൊണ്ടുവന്ന് വെക്കേണ്ട ആവശ്യമില്ലാതെ സെൻട്രൽ ഗവൺമെന്റിന് നേരിട്ട് ഭരിക്കാൻ, നമ്മളെ മനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി അവരെ ഇരുത്തരുത്. ഈ 3 ഉദ്യോഗസ്ഥ പ്രമുഖന്മാരുടെ സിസ്റ്റമാണ് അതെല്ലാം. അത് മാറ്റി തെരഞ്ഞെടുപ്പ് ചെയ്യുന്ന പഞ്ചായത്തിന്റെ ത്രിതല പഞ്ചായത്ത് വികസിപ്പിക്കുക എന്ന് പറയുന്ന പണിയാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ ചെയ്ത് ജനാധിപത്യം വികസിപ്പിക്കുന്നതിന് കഴിയുമെങ്കിൽ ഇന്ത്യ മുന്നണി ജയിച്ചിട്ട് ഇതുപോലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ഞാനുണ്ട്. ഫെഡറൽ സ്റ്റേറ്റുകളായിട്ട് മാറി സ്വതന്ത്രമായിട്ട് നിൽക്കുക എന്ന് പറയുന്നതാണ് ഈ സ്റ്റേറ്റുകൾ ചെയ്യേണ്ടത്. അല്ലാതെ ബ്രിട്ടീഷ് വിരുദ്ധത കൊണ്ട് ഒന്നിച്ചു പോയി എന്നൊരൊറ്റ കാരണം കൊണ്ട് ഇന്ത്യ ഉണ്ടായി എന്ന് തെറ്റിദ്ധരിക്കരുത്. വടക്കേ ഇന്ത്യക്കാര്, വടക്കേ ഇന്ത്യയിലെ മുതലാളിമാര് ഭരിക്കുന്ന, ബ്രിട്ടീഷുകാർക്ക് പകരം ഭരിക്കുന്ന ഒരു രാജ്യമായിട്ടായിരുന്നു ഈ 70 വർഷവും ഇന്ത്യ കഴിഞ്ഞത്. ഇതൊക്കെ നമ്മളൊന്ന് മാറ്റി മനസ്സിലാക്കി ഈ രാജ്യങ്ങളെ സ്വതന്ത്രമായ യൂണിയനാക്കി മാറ്റാനും, യൂറോപ്യൻ യൂണിയൻ എങ്ങനെയാണോ സ്വതന്ത്രമായിട്ട് നിന്നുകൊണ്ട് വ്യത്യസ്തമായ രാജ്യങ്ങളായിട്ട് നിന്നുകൊണ്ട് കോമൺ ആയ യൂറോയും മുകളിൽ ആരുടെയെങ്കിലും മുകളിൽ ഇരിക്കുന്ന ഒരു ഭരണ സംവിധാനം ഇല്ലാതെ യൂറോപ്യൻ യൂണിയൻ എങ്ങനെ കൊണ്ടു നടക്കുന്നു, എങ്ങനെയാണ് ബ്രിട്ടൻ വിട്ടുപോകുമ്പോൾ യുദ്ധം ഉണ്ടാകാതിരിക്കുന്നത് പോലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുന്നതിനെ പറ്റിയാണ് ആലോചിക്കേണ്ടത്. ഇതിന് ഞാൻ സംസാരിക്കാനും പറയാനും ഉണ്ട്. അല്ലാതെ മോദിയിൽ പ്രതീക്ഷയുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യമോ അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ പ്രതീക്ഷയുണ്ടോ എന്നുള്ള ചോദ്യത്തിനോ ഞാൻ ഇനിയില്ല.